വെൽക്കം ബാക്ക് ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് വർക്ക് കൊണ്ടല്ല, ഇന്ന് നമ്മളൊരു വാച്ച് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പം ഇത് വേറൊരു വാച്ചല്ല, നമ്മൾ റെഡ്മിയുടെ വാച്ച് 5 ആക്റ്റീവ് എന്ന മോഡലാണ് ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പം ഇത് നമുക്ക് മുകളിൽ കാണാൻ പറ്റും, റെഡ്മി ബൈ ഷവോമി എന്ന് കാണാൻ പറ്റും. പാക്കേജിൻ്റെ മുകളിലുണ്ട്. പിന്നെ ഇതിൽ 200+ വാച്ച് ഫേസസ് ഉണ്ട്, 24/7 ഹെർട്ട് റേറ്റ് മോണിറ്റർ, പിന്നെ 140+ വർക്കൗട്ട് മോഡ്സ്. പിന്നെ നമുക്ക് അതുകൊണ്ട് ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണാൻ പറ്റും ബ്ലൂടൂത്ത് കോളിംഗ്. പിന്നെ നമുക്കിതിൽ ബാറ്ററി 18 days ആണ് നിൽക്കുന്നത് ഫുൾ ചാർജിൽ. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിലോട്ട് നോക്കുമ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് റേറ്റും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പം പൊട്ടിക്കുമ്പോൾ തന്നെ അവിടെ ഒരു ചാർജറിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതെന്നാ സംഭവം എന്നറിയത്തില്ല. നമുക്ക് അവിടെ പിടിച്ച് വലിച്ചപ്പം ഐറ്റം തുറന്നിട്ടുണ്ട്. നമുക്കതങ്ങ് മാറ്റി വെക്കാം, ഈ കവറങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് അതിൻ്റെ ചാർജർ ഒന്ന് പുറത്തെടുത്ത് നോക്കാം. ചാർജർ അവിടെ ഉണ്ടെന്നല്ലേ പറയുന്നത്. അപ്പോൾ നമുക്ക് ചാർജർ അവിടെ ആ ചാർജർ നമുക്ക് ഊരിയെടുക്കാം. ചാർജർ ഇവിടെ വന്നിരിക്കുന്നത് വൈറ്റ് കളറിലാണ്. പിന്നെ നമുക്ക് അത് USB ടൈപ്പാണ്. പിന്നെ നമുക്കത് മാഗ്നറ്റിക്കിൽ ആണ് വന്നിരിക്കുന്നത്, അല്ലാതെ നമുക്ക് അടി പിടിപ്പിക്കുന്ന കൂട്ട് സെൻസേഴ്സ് അല്ല വന്നിരിക്കുന്നത്. അപ്പം അതാണ് ചാർജർ വന്നിരിക്കുന്നത്. പിന്നെ അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ മാനുവലിലോട്ട് പോകാം. മാനുവലിലോട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് വാച്ചിൻ്റെ മോഡലും പേരും എല്ലാം എഴുതിയിട്ടുണ്ട്. നമുക്ക് പിന്നെ അത് റെഡ്മി ബൈ ഷവോമി എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, എൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ വാച്ച് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, അതെങ്ങനെ ചാർജ് ചെയ്യുന്നതെന്നും അതിൻ്റെ ഓരോ പാർട്സിൻ്റെ പേരും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് അവിടെ ഉള്ളത് കറക്റ്റ് അതറിയത്തില്ല. നമുക്ക് അതിൻ്റെ യൂസർ മാനുവൽ മാറ്റി വെക്കാം. അപ്പം നമുക്കിനി നമ്മുടെ മെയിൻ ഐറ്റം അൺബോക്സ് ചെയ്യാം. നമ്മൾ വാച്ച് പുറത്തോട്ട് എടുക്കുകയാണ്. നല്ല ഹാർഡായിട്ടാണ് അത് പാക്ക് ചെയ്തിരിക്കുന്നത്. ഇത് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ലേശം ബുദ്ധിമുട്ടാണ് സംഭവം. ലേശം ഒരു സ്പേസ് ഇറക്കിയിരിച്ച് സൗണ്ട് കുറവാണ്. നമുക്ക് അപ്പോൾ ഈ കവറൊന്ന് പൊട്ടിച്ച് നോക്കാം. കവറ് പൊട്ടിച്ച് കഴിയുമ്പം മോനെ ആണ് നമ്മുടെ വാച്ച് കേട്ടോ. സിൽവർ കളർ സ്ട്രാപ്പാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നല്ല അൾട്രാ അലുമിനിയം ബോഡിയാണ്. നമുക്ക് പിന്നെ നമുക്കിനി വാച്ച് സ്വിച്ച് ഓൺ ചെയ്യാം. സ്വിച്ച് ഓൺ ചെയ്യുമ്പം നമുക്കൊരു കുറച്ച് നേരം ഞെക്കി പിടിച്ച് കഴിയുമ്പം റെഡ്മി എഴുതി കാണിച്ചിട്ട് ഷവോമി ഹൈപ്പർ ഓസ് എഴുതി കാണിക്കും. ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത ഒരു വാൾപേപ്പറാണ്. നമുക്കത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാം. അത് നമുക്ക് വേണേൽ മാറ്റുകയും ചെയ്യാം. കണ്ടോ, നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. ചില ഡിലീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ മൂവ് ആവാത്തത്. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതൊന്നുകൂടെ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കിട്ടും. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കിട്ടി കഴിയുമ്പോൾ നമുക്ക് അതിൽ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് അതും എഡിറ്റ് ചെയ്യാം. നമുക്ക് അതിൻ്റെ കളേഴ്സൊക്കെ മാറ്റാം. അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ മെയിൻ മെനുവിലോട്ട് പോകാം. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് ഒന്നുകൂടെ ഞെക്കി പിടിച്ച് കഴിയുമ്പം നമുക്കിതിൻ്റെ ബാക്കി താഴെയുള്ള കൺട്രോൾസ് എല്ലാം കാണാം. വൈബ്രേഷൻ മോഡ്, റേസ് ടു വേക്ക്, സെറ്റിങ്സ്, വാച്ച് ഫേസസ്, ഡിസ്പ്ലേ, DND, നൈറ്റ് മോഡ്, പിന്നെ ബാറ്ററി സിസ്റ്റം, എബൌട്ട് വാച്ച്. ഇങ്ങനത്തെ 3 തരത്തിലുള്ള മോഡ്സാണ് ഇതിൻ്റെ തന്നെ സെറ്റിങ്സിലെല്ലാം. പിന്നെ നമുക്ക് ഇതിൽ ആപ്സ് ഉണ്ട്. എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിൽ അലക്സയുണ്ട്. ഇത് സോറി കേട്ടോ, അത് കലണ്ടർ അറിയാതെ ഇതാണ്. ഈ അലക്സയുണ്ട്. നമുക്ക് അലക്സ ഇപ്പം ഞാനത് ആക്കിയിട്ടില്ല. അത് ആക്കി കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. നമുക്ക് പിന്നെ ഇതിൽ വേറെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. അതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? അലക്സ ആക്കിയിട്ടില്ല, ഡിസ്കണക്റ്റഡ് ആണ്. നമുക്ക് ഇതിൽ പാട്ടൊക്കെ വെക്കാം. പിന്നെ നമുക്ക് ഇതിൽ ഓപ്ഷൻസ് കാര്യങ്ങളായിട്ട് വരുന്നില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ച് ഫോണിൽ കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പം ഫോണിൽ നമ്മളിപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. ഹൈ ഫിറ്റ്നസ് എന്നാണ്
ഐറ്റത്തിൻ്റെ പേര്. നമ്മൾ ഫസ്റ്റ് അത് ഇൻസ്റ്റാൾ ചെയ്ത് അത് കയറുക. ഇൻസ്റ്റാൾ ചെയ്ത് അത് കയറി കഴിയുമ്പം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത വർക്കിൻ്റെയൊക്കെ ഇത് കാണിച്ചു തരും ഫസ്റ്റ് തന്നെ. അപ്പം ഇത് ഞാനിപ്പം മേടിച്ചുള്ളതുകൊണ്ട് വലിയ കാര്യമായിട്ട് വർക്കോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. അതിന് വാച്ച് നമ്മൾ കെട്ടി നോക്കിയിട്ടില്ല, നമ്മൾ ജസ്റ്റ് മേടിച്ചതേ ഉള്ളൂ. ഇനി നമ്മൾ അതിൽ വർക്കൗട്ടും എഴുതിയിരിക്കുന്ന അവിടെ ഞെക്കി കഴിയുമ്പം നമുക്ക് വേറെ കുറേ മോഡ്സ് കിട്ടും. പിന്നെ നമുക്ക് നമ്മൾ പെയർ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ സിങ്ക് ആക്കണമെന്ന് ചോദിക്കുമ്പം നമ്മുടെ വാച്ചിൻ്റെ മോഡൽ എഴുതി കാണിക്കും. അപ്പോൾ അലോ കൊടുത്തു കഴിയുമ്പം നമ്മുടെ വാച്ച് അത് ആഡ് ചെയ്യാൻ നോക്കും. അപ്പം അത് കണക്ട് ചെയ്യുന്നവരെ അതങ്ങനെ കറങ്ങിക്കൊണ്ടതിന് ശേഷം സിങ്ക് ആയി കഴിയുമ്പം നമ്മുടെ വാച്ച് അവിടെ കണക്ട് ആയെന്ന് എഴുതി കാണിക്കും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നമുക്ക് നമ്മുടെ ആപ്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമ്മുടെ വാച്ചിലോട്ട് വരുന്ന പോലെ ആക്കാം. നമുക്ക് അതിൻ്റെ വാൾപേപ്പേഴ്സ് മാറ്റാം. വാൾപേപ്പേഴ്സ് നമുക്ക് അതിലുള്ളത് എന്ന് പറയുമ്പം ആ ആപ്പിൽ തന്നെ നമുക്ക് അവർ സജസ്റ്റ് ചെയ്തിരിക്കുന്ന വേറെ വേറെ കാർട്ടൂണിൻ്റെ ഉണ്ട്, പിന്നെ കുറേ ഉണ്ട്. ഒരു 200+ വാച്ച് ഫേസസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമുക്ക് അതിൽ എക്സ്ട്രാ വേണേൽ ആഡ് ചെയ്ത് നമുക്ക് വേണേൽ കസ്റ്റം ചെയ്ത് ഗാലറിയിൽ നിന്ന് നമുക്ക് നമ്മുടെ തന്നെ ഫോട്ടോ ഇടാം. വോയിസ് അസിസ്റ്റൻസ് ഉണ്ട്, അത് അലക്സയാണ്. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നത്. ഒന്നും കൂടെ എല്ലാം എടുത്ത് കാണിക്കുവാണ്. നമ്മൾ ഇതിൻ്റെ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വർക്കിൻ്റെ എല്ലാം അവർ കാണിച്ചു തരും. അപ്പം ഇത്രയുള്ള പ്രൈസ് വരുന്നത് 5000 റുപ്പീസാണ്.